ഷഫീഖ് വധശ്രമ കേസിൽ കോടതി വിധി. 4.5 വയസ്സുകാരനായ ഷഫീഖിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് ഇടുക്കി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 1-ാം പ്രതിയായ പിതാവ് ഷെരീഫിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും, 2-ാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് വിധിച്ചത്. 11 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതി വിധി പറയുന്നത്. പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നതാണ് കേസ്. കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകം സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായി നടത്തിയ കൊലപാതകമെന്ന് പ്രതി. വ്യാഴാഴ്ച രാവിലെ 6:30 മുസ്കാനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനാണ് കൊല നടത്തിയതെന്ന് മുസ്കാന്റെ രണ്ടാനമ്മ മൊഴി നൽകി. കൊലപാതകത്തിന് ദുർമന്ത്രവാദവുമായി ബന്ധമില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് MT ചികിത്സയിലുള്ളത്. ശ്വാസതടസ്സം മൂലം ഈ മാസം 15-നാണ് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം ഹൃദയാഘാതം ഉണ്ടായെന്നും അതുമൂലമുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. തട്ടിപ്പുൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തി FIR. പ്രാഥമിക അന്വേഷണത്തിൽ MS സൊല്യൂഷൻസ് ഉടമ MS ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. മറ്റ് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ ശേഷം FIR ഇടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. +2 വിദ്യാർത്ഥിനിയുടെ മരണം ഗർഭസ്ഥ ശിശു സഹപാഠിയുടേതെന്ന് DNA ഫലം. കഴിഞ്ഞ നവംബറിലാണ് പനി ബാധിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതും പെൺകുട്ടി ചികിത്സയിലായിരിക്കെ മരിച്ചതും. പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ആലപ്പുഴ നൂറനാട് സ്വദേശി അഖിലിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാർ കേസ് പ്രതി അർജുൻ സംസ്ഥാനം വിട്ടതായി സൂചന. 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അർജുൻ തമിഴ്നാട്ടിലാണ്. ഹൈക്കോടതി പ്രതി അർജുനോട് 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങണമെന്ന് ഉത്തരവ് നൽകിയിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കാനും ഉത്തരവിലുണ്ട്. ഈ വിധിക്ക് പിന്നാലെയാണ് അർജുൻ സംസ്ഥാനം വിട്ടത്. ഏറെ കലുഷിതമായിരുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് സമാപനമായി. ഡോക്ടർ BR അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ അമിത് ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധ മാർച്ച് നടത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഫയൽ ചെയ്തതിനെ അപലപിച്ചും പ്രതിഷേധമുയർന്നു. തായ്വാന് ചുറ്റും സൈനിക നടപടികൾ ശക്തമാക്കി ചൈന. തായ്വാനെ വട്ടമിട്ട് ചൈനീസ് സൈനിക വിമാനങ്ങളും കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചൈനീസ് സൈനിക വിമാനങ്ങളും നാവിക കപ്പലുകളും അതിർത്തിക്ക് സമീപം എത്തിയിരുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. സംവിധായിക പായൽ കപാഡിയയ്ക്കുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. സുവർണ ചകോരം, രജത ചകോരം എന്നിവയും മറ്റു പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. വിരമിക്കൽ തീരുമാനം വലിയ ആശ്വാസവും സംതൃപ്തിയും നൽകിയെന്ന് ക്രിക്കറ്റ് താരം R അശ്വിൻ. വിരമിക്കലിനെ കുറിച്ച് ഏറെ നാളായി ചിന്തിക്കുന്നുണ്ടെന്നും എന്നാൽ ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ 4-ാം ദിനത്തിലാണ് തീരുമാനം എടുത്തതെന്നും അശ്വിൻ പ്രതികരിച്ചു. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റനാവാൻ കഴിയാത്തതിൽ ഒരു വിഷമവും പരാതിയുമില്ലെന്നും അശ്വിൻ പറഞ്ഞു.